Hi my dear students, welcome back our Hindi class. In the last class we are discussing that Akbari Lota, is it? Then continuation of that lesson. നമ്മൾ എവിടെ വരെയായിരുന്നു പഠിച്ചതെന്ന് ഓർക്കുന്നുണ്ടല്ലോ. അക്ബരി ലോട്ട അക്ബരി ലോട്ട എന്ന് പറയുന്ന ആ ലോട്ടയുടെ കഥയാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അക്ബരി ലോട്ട ആയത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു കഥയുടെ ലാസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ ചാവൂലാൽ ടെറസിൻ്റെ മുകളിൽ നിന്നപ്പോഴത്തേക്ക് വെള്ളം കുടിച്ചപ്പോൾ കയ്യിൽ നിന്ന് മൊന്ത താഴെ പോവുകയും എന്നിട്ട് എന്താണ് അതൊരു ബ്രിട്ടീഷ് ഒരു സായിപ്പിൻ്റെ ദേഹത്ത് വീഴുകയും ആ സായിപ്പ് വരികയും എന്നിട്ട് അവിടെ ഇതെല്ലാം ഒന്ന് കോംപ്രമൈസ് ആക്കാൻ വേണ്ടി ചാവൂലാലിൻ്റെ ഫ്രണ്ടായ ബിൽവാസി മിശ്ർ അവിടെ വരികയും ബിൽവാസി മിശ്ർ ആൾക്കൂട്ടത്തെയൊക്കെ മാറ്റിയിട്ട് ഒരു ചെയറിട്ട് കൊടുത്തു. എന്നിട്ട് ആ ബ്രിട്ടീഷ്മാനെ അംഗ്രേസ്മാനെ അവിടെ ഇരുത്തുകയും ചെയ്തു. അത് അവിടെ വരെയാണ് നമ്മൾ പഠിച്ചത്. നോക്കുക, നെക്സ്റ്റ് പേജ്. മേരെ സമജ് മേ ഹി ഈസ് എ ഡേഞ്ചറസ് ല്യൂണിറ്റിക് ഹെ. അതായത് ഹി ഈസ് എ ഡേഞ്ചറസ് ല്യൂണറ്റിക് എന്ന് വെച്ചാൽ എന്താണ് ല്യൂണറ്റിക് എന്ന് പറഞ്ഞാൽ? അതിൻ്റെ ഓൾറെഡി അവിടെ മീനിങ് അവിടെ ഉണ്ട്. ഖതർനാക് പാഗൽ ഹെ. മേരി സമജ് മേ, അതായത് എനിക്ക് മനസ്സിലാക്കുന്നിടത്തോളം ഇയാൾ ഹി ഈസ് എ ഡേഞ്ചറസ് ല്യൂണറ്റിക് ഹെ, ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ല്യൂണറ്റിക് എന്ന് പറഞ്ഞാൽ പാഗൽ, കള്ളൻ എന്ന് പറയുകയാണ്. ആര്? ഈ സായിപ്പ് പറയുകയാണ്. ആരാണ്? നമ്മുടെ ചാവൂലാൽ എന്ന് പറയുന്ന ആൾ എന്താണ്? ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു പാഗലാണ്. നഹി മേരി സമജ് മേ ഹി ഈസ് എ ഡേഞ്ചറസ് ക്രിമിനൽ. അല്ല, എൻ്റെ അഭിപ്രായത്തിൽ ഇയാളൊരു എന്താണ്? ഒരു ഡേഞ്ചറസ് ക്രിമിനൽ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എ ഖതർനാക് ക്രിമിനൽ. परमात्मा ने लाला छावूलाल की आँखों की इस समय कहीं देखने के साथ खाने की भी शक्ति दे दी होती तो यह निश्चय है कि अब तक बिलवासी जी को अपनी आँखों से खा चुके होते. इट मीन्स പരമാത്മാനെ ലാലാ ചാവൂലാൽ കി ആങ്കോങ്കോ, അതായത് ഈശ്വരൻ, പരമാത്മാ ഈശ്വരൻ ലാലാ ചാവൂലാൽ കി ആങ്കോങ്കി സമയം കണ്ണിൽ എന്ത് കാണാൻ പറ്റുന്നു? ഖാനയ്ക്ക് ശക്തി തേടി, അതായത് കടിച്ച് തിന്നാനുള്ള ദേഷ്യം എന്ന് പറയും. അതായത് കണ്ണ് ബിൽവാസി ജിക്കോ വേ അപ്പനി ആങ്കോം സെ, അതായത് ബിൽവാസി ജി ആണല്ലോ ഈ ഒരു ബ്രിട്ടീഷ്മാനെ പിടിച്ച് അവിടെ ഇരുത്തിയിരിക്കുക. അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഹി ഈസ് എ ക്രിമിനൽ, ഹി ഈസ് എ പാഗൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്താണ്? നമ്മുടെ ചാവൂലാലിന് ദേഷ്യം വന്നിട്ട് കണ്ണിൽ എന്താണ്? ദേഷ്യം കണ്ണുകൊണ്ട് കടിച്ച് തിന്നുന്നത് പോലെ അയാൾ എക്സ്പ്രസ് ചെയ്യുകയാണ്. സാഹിബിനെ ബിൽവാസി സെ പൂച്ച. അപ്പോൾ സാഹബ് എന്ന് ഇവിടെ പറയുന്ന ആളെന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രിട്ടീഷ്മാനാണ്. സാഹിബിനെ ബിൽവാസി സെ പൂച്ച തോ ക്യാ കർനാ ചാഹിയേ. അപ്പോൾ സാഹിബ് ബിൽവാസിയോട് ചോദിക്കുകയാണ്, തോ ക്യാ കർനാ ചാഹിയേ, എന്താണ് ഇത് ചെയ്യേണ്ടത്? പുലിസ് മേം ഇസ് മാമലേക്ക് റിപ്പോർട്ട് കർ ദീജിയേ. ഒരു കാര്യമേ ഉള്ളൂ, എന്ത് ചെയ്യുക? പോലീസ് മേം ഇസ് മാമലേക്ക് റിപ്പോർട്ട് കർ ദീജിയേ. ഈ ഒരു കാര്യത്തിനെ കുറിച്ച് നമുക്ക് പോലീസിൽ റിപ്പോർട്ട് ചെയ്യാമെന്ന് പറയുന്നു. जिससे एक आदमी फौरन हिरासत में ले लिया जाए. അപ്പോൾ എന്ത് ചെയ്യും? एक आदमी फौरन, വേഗം തന്നെ ഈ ആളെ എന്ത് ചെയ്യുന്നു? കസ്റ്റഡിയിലെടുക്കുമെന്ന് പറയുന്നു. അപ്പോൾ ബിൽവാസി ജിയാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഉടനെ സാഹിബ് ചോദിക്കുകയാണ്, ബ്രിട്ടീഷ്മാൻ ചോദിക്കുകയാണ്, പോലീസ് സ്റ്റേഷൻ ഹേ കഹാം, എവിടെയാണ് പോലീസ് സ്റ്റേഷൻ? പാസ് ഹി ഹേ, ചലിയെ മേ ബതാവും, വരൂ ഞാൻ പറയാം എന്ന് പറയുന്നു. ചലിയെ, വരൂ. അഭി ചല आपकी इजाज़त हो तो पहले मैं इस लोटे की इस आदमी से खरीद लूँ. അതായത് ഇപ്പോൾ പോകാം. आपकी इजाज़त हो तो पहले मैं इस लोटे को इस आदमी से खरीद लूँ. क्यों जी बेचोगे? അതായത് വരാമേ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ചാവൂലാലിനോടൊന്ന് ചോദിക്കട്ടെ, താങ്കളുടെ ഈ ഒരു ലോട്ട ഈ ഒരു പാത്രം താങ്കൾക്ക് വിൽക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ക്യോജി ബേച്ചോगे, എന്താ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. മേം 50 रुपये तक इसके दाम दे सकता हूँ. ഞാനൊരു 50 റുപ്പീസ് ഇതിന് വിലയായിട്ട് തരാമെന്ന് ബിൽവാസി പറയുകയാണ്. ലാലാ ചാവൂലാൽ തോ ചുപ്പ് രഹേ പർ സാഹിബിനെ പൂച്ച. ലാലാ ചാവൂലാൽ മിണ്ടിയില്ല. എന്നിട്ട് സാഹിബിനെ പൂച്ച ഇസ് ജദ്ദി ലോട്ടേക്ക് ആ 50 रुपये ക്യോം ദേ രഹേ थे. എന്നിട്ട് സാഹിബിനോട് ചോദിക്കുകയാണ്, ഈ ഇത്രയും മോശമായി യൂസ്ലെസ് ആയിട്ടുള്ള ബിൽവാസി ജി ചോദിക്കുകയാണ്, ഈ യൂസ്ലെസ് ആയിട്ടുള്ള ഈ ഒരു പാത്രത്തിന് താങ്കൾ എന്തിനാ 50 റുപ്പീസിന് വാങ്ങിക്കുന്നത്?
ഇസ് ലോട്ടേക്ക് രദ്ദി ബതാത്തെ ഹേ. അപ്പോൾ ഉടനെ ബിൽവാസി പറയുകയാണ്, ആപ് ഇസ് ലോട്ടേക്ക് രദ്ദി ബതാത്തെ ഹേ. താങ്കൾ ഈ ഒരു ലോട്ടേനെ രദ്ദി എന്ന് പറയുന്നു, അതായത് രദ്ദി മീൻസ് യൂസ്ലെസ് എന്ന് പറയുന്നു. ആശ്ചര്യം. മേതോ ആപ്കോ എക് വിങ് ഔർ സുരക്ഷിത് ആദ്മി സമझ. ഞാൻ താങ്കളെ, അതായത് ബിൽവാസി പറയാണ്, ഞാൻ താങ്കളെ, ബ്രിട്ടീഷ്മാരോട് പറയാണ്, ഞാൻ താങ്കളെ ഒരു വിങ് ഔർ സുരക്ഷിത ആദ്മി സമझതാത്ത, അതായത് ഞാൻ താങ്കളെ ഒരു ബുദ്ധിമാൻ, ഒരു വൈസ് ആൻഡ് എഡ്യൂക്കേറ്റഡ്, സുരക്ഷിതനോട്ട് സുശിക്ഷിത്, അതായത് വൈസ് ആൻഡ് എഡ്യൂക്കേറ്റഡ്, നല്ല ബുദ്ധിയുള്ളതും എഡ്യൂക്കേറ്റഡ് ആയുള്ള ഒരു മാനാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ആഖിർ ബാത് ക്യാ ഹെ കുച്ച് ബതായേ ബി. എന്താ കാര്യമെന്ന് പറഞ്ഞേ? സാഹിബ് പറഞ്ഞു. जनाब मीन्स सर, एक ऐतिहासिक लौटा जान पड़ता है. एक ऐतिहासिक लौटा जान पड़ता है. इट मीन्स इट्स ए हिस्टोरिक लोटा. ഇതൊരു ഹിസ്റ്റോറിക് ആയിട്ടുള്ള പാത്രമാണ്. जान क्या पड़ता है? മുझे പൂരാ വിശ്വാസേ. അറിയില്ലേ, എനിക്ക് പക്ഷേ വിശ്വാസമുണ്ട്, ഞാനത് വിശ്വസിക്കുന്നുണ്ട്. എന്താണ്? ഏത് പ്രസിദ്ധ അക്ബരി ലോട്ട ഹെ. ഇതാണ് ആ പ്രസിദ്ധമായി അറിയപ്പെടുന്ന അക്ബരി ലോട്ട. ജിസ്കി തലാഷ് മേം സൻസാർ മേം മ്യൂസിയം പരേശാൻ ഹെ. ഇതിൻ്റെ അന്വേഷണം, ജിസ്കി തലാഷ് മീൻസ് അന്വേഷണം, എൻക്വയറി, ഇത് സെർച്ച്, ഇതിന് ഈ ഒരു അക്ബരി ലോട്ടയെക്കുറിച്ച് സെർച്ചിങ് നടക്കുകയാണ്. എന്താണ്? സൻസാർ ഭർ കെ മ്യൂസിയം പരേശാൻ ഹെ. ലോകം മുഴുവൻ, എന്താണ്? ലോകത്ത് മുഴുവനുള്ള മ്യൂസിയക്കാർ വളരെയധികം ബുദ്ധിമുട്ടിലാണ്. ഈ ഒരു ലോട്ട കിട്ടാത്തതിൽ വളരെയധികം ബുദ്ധിമുട്ടിലാണ്. എഹ്ബാത്ത്, ആഹാ, ഇത് കൊള്ളാമല്ലോ. ജി ജനാബ്, അതെ സാർ. 16वीं शताब्दी का बात है. ഇത് ഒരു 16वीं എന്ന് പറഞ്ഞാൽ 16th സെഞ്ചുറിയിൽ നടന്നിട്ടുള്ള ഒരു കാര്യമാണ്. बादशाह हुमायूं शेरशाह से हारकर भागा था और सिंध के रेगिस्तान में मारा फिर रहा था. इट मीन्स ബാദഷാഹ് എന്ന് പറഞ്ഞാൽ ഇതിൽ കേട്ടിട്ടുണ്ടല്ലോ, ഹിസ്റ്ററിയിലൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഷാജഹാന്, ഹുമയൂണിനെ, ഷാജഹാനെ കുറിച്ച് കഥകൾ കേട്ടിട്ടുണ്ടോ? ഹുമയൂൺ ഷേർഷാ സെ ഹാർക്കർ, അതായത് ഷേർഷാ സെ, ഹുമയൂൺ രാജാവ് ഷേർഷായിൽ നിന്ന് തോറ്റിട്ട്, പരാജയപ്പെട്ടിട്ട്, ഭാഗാത്ത, ഓടിപ്പോയിരുന്നു. ആ സമയത്ത് സിന്ധ് കെ രേഗിസ്ഥാൻ, അതായത് ഹിന്ദുസ്ഥാനിലെ സിന്ധ് കെ രേഗിസ്ഥാൻ, സിന്ധ് രാജ്യത്തിലെ രേഗിസ്ഥാൻ എന്ന് പറഞ്ഞാൽ മരുഭൂമിയിൽ മാരാ പുരക്കാത്ത, എന്താണ്? വളരെയധികം കഷ്ടപ്പാട് അനുഭവിച്ച് ജീവിക്കുകയായിരുന്നു. ഒരു അവസരത്തിൽ പ്യാസ് സേ ഉസ്കി ജാൻ നിക്കാൽ രഹി ഥി. എന്താണ്? ദാഹം കൊണ്ട്, വളരെയധികം ദാഹം വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടാൻ പോയപ്പോൾ ഉസ് സമയത്ത് ബ്രാഹ്മണനെ, ആ സമയത്ത് ഒരു ബ്രാഹ്മണൻ, ഇസി ലോട്ടെ സെ പാനി പിലാക്കർ, ഒരു ബ്രാഹ്മണൻ വന്നിട്ട് എന്ത് ചെയ്തു? ഈ ലോട്ടയിൽ എന്ത് ചെയ്തു? വെള്ളം കൊടുത്തിട്ട് കുടിക്കാൻ കൊടുത്തു. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിച്ചത്. जान बचाई थी. हुमायूं के बाद अकबर ने उस ब्राह्मण का पता लगाकर उससे इस लोटे को ले लिया और इसके बदल में उसे इसी प्रकार के 10 सोने के लोटे प्रदान दिया. എന്താണ്? ഹുമയൂൺ കെ ബാദ്, അതായത് അക്ബറിൻ്റെ ഫാദറാണ് ഹുമയൂൺ, യു നോ ദാറ്റ് അല്ലേ? നിങ്ങൾക്കറിയാമല്ലോ, അക്ബറിൻ്റെ ഫാദറാണ് ഹുമയൂൺ കെ ബാദ്, അതായത് ഹുമയൂൺ മരിച്ചതിന് ശേഷം അക്ബർ ഉസ് ബ്രാഹ്മൺ കാ പതാ ലഗാക്കർ, ആ ബ്രാഹ്മണനെ അന്വേഷിച്ച് ചെന്നിട്ട് അദ്ദേഹത്തിൽ നിന്ന് എന്ത് വാങ്ങിച്ചു? പതാ ലഗാക്കർ ഉസ്സേ ഇസ് ലോട്ടേ കോ ലേ ലിയ. ആ ലോട്ട വാങ്ങിച്ചിട്ട് പകരം എന്താ കൊടുത്തത്? इसके बदले में उसे इसी प्रकार के 10 प्रदान किया. വാങ്ങിച്ചിട്ട് ഇതിന് പകരം 10 സ്വർണത്തിൻ്റെ സോനേക്ക ലോട്ട കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നതാണ്. ഏക ലോട്ട സമ്രാട്ട് അക്ബർ ഗോ ബഹുത്ത് പ്യാരാത്ത. ഈ ഒരു ലോട്ട സമ്രാട്ട് ആയ അക്ബറിന് വളരെയധികം ഇഷ്ടമായിരുന്നു. ഇസി സേ ഇസ്കാ നാം അക്ബരി ലോട്ട പട. അതിനുശേഷമാണ് ഈ ഒരു ലോട്ട അക്ബരി ലോട്ട എന്ന പേരിൽ അറിയപ്പെട്ടത്. വഹ് ബരാബർ ഇസി സെ വജു കർത്താത്ത. അദ്ദേഹം ഈ ഒരു ലോട്ടയിലായിരുന്നു എന്ത് ചെയ്തിരുന്നത്? വജു എന്ന് പറഞ്ഞാൽ എന്താണ്? മുസ്ലിംസ് സമുദായത്തിലുള്ളവർ എന്താണ്? നിസ്കരിക്കുന്നതിന് മുൻപായിട്ട് അവരുടെ കൈയും കാലും ഒക്കെ വൃത്തിയാക്കും. അപ്പോൾ വജു ചെയ്യുവാൻ വേണ്ടിയിട്ട് പുണ്യമായി അതവർ അത്രയും നല്ലതായിട്ട് നോക്കുന്നത്. ആ ശുദ്ധമായ ജലം എടുത്ത് ആ ഒരു പാത്രത്തിൽ, അപ്പോൾ വജു ചെയ്യാൻ വേണ്ടിയിട്ട് അക്ബർ എന്തായിരുന്നു? ഈ ഒരു പാത്രമായിരുന്നു യൂസ് ചെയ്തിരുന്നത്. सन 57 तक इसके ഷാഹി ഖരാനെ മേം രഹ്നെ കാ പതാ ഹെ. അതായത് ഒരു 57 തക്
ഒരു 57 വർഷം വരെ ഈ ഒരു ലോട്ട വലിയ സാമ്രാട്ടിൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു. पर इसके बाद लापता हो गया. പക്ഷേ പിന്നെ അത് മിസ്സിംഗ് ആയി. പിന്നെയാണ് ഈ ലോട്ട മിസ്സിംഗ് ആയി ഇദ്ദേഹത്തിൻ്റെ കൈകളിൽ എത്തിയത്. कलकत्ता के म्यूजियम में इसका प्लास्टर का मॉडल रखा हुआ है. कलकत्ता म्यूजियത്തിൽ ഇതിൻ്റെ ഒരു പ്ലാസ്റ്റർ മോഡൽ ഇരിപ്പുണ്ട്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ചിട്ട് ഉണ്ടാക്കിയ ഇതിൻ്റെ ഒരു മോഡൽ ഇരിപ്പുണ്ട്. पता नहीं यह लोटा इस आदमी के पास कैसे आया है. അറിയില്ല എങ്ങനെയാണ് ഈ ലോട്ട ഇദ്ദേഹത്തിൻ്റെ കൈകളിൽ എത്തിച്ചേർന്നതെന്ന് എനിക്കറിയില്ല. म्यूजियम वालों का पता चले तो फजी दाम देकर खरीद ले जाइए. ഫാൻസി, അതായത് മ്യൂസിയത്തിലുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവരറിഞ്ഞു കഴിഞ്ഞാൽ ഫാൻസി ദാം എന്ന് പറഞ്ഞാൽ ഫാൻസി റുപ്പി, അതായത് ചോദിക്കുന്ന വില, അതാണ് ഫാൻസി പൈസ എന്നൊക്കെ പറയുന്നത്. ഫാൻസി നമ്പർ, എത്ര രൂപ കൊടുത്താലും അതിൻ്റെ ഇവിടെ മീൻ ചെയ്യുന്നത് എത്ര രൂപയ്ക്ക് വേണമെങ്കിലും അവർ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും. इस विवरण को सुनते सुनते साहब की आंखों पर लोभ और आश्चर्य का ऐसा प्रभाव पड़ा. इट मीൻസ് എന്താണ്, ഈ ഒരു വിവരണം കേട്ടപ്പോഴത്തേക്ക് സാഹബിൻ്റെ കണ്ണുകളിൽ വളരെയധികം ഗ്രീഡിയായി, വളരെയധികം അത്യാഗ്രഹം, ആർത്തിയായിരുന്നു. എന്നിട്ട് എന്താണ്, ആശ്ചര്യസെ ഏസെ പ്രഭാവപ്പെട, വളരെയധികം ആശ്ചര്യത്തോടെ അദ്ദേഹം ഈ കഥ കേട്ടിരുന്നിട്ട് കൗടികെ ആകാശെ ബെഡ്കർ പക്കോടികെ ആകാർ, അതായത് നയാ പൈസ ഇല്ലാതെ എന്താണ് കോടീശ്വരനാകാം എന്നുള്ളൊരു ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നു. उसने बिलवासी जी से पूछा. साहब बिलवासी जियोട് ചോദിച്ചു, तो आप इस लोटे के क्या करिएगा, അതായത് താങ്കൾ ഈ ലോട്ട വാങ്ങിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. मुझे पुरानी और ऐतिहासिक चीज़ों के संग्रह का शौक है. എനിക്ക് വളരെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഇത് കണക്ക് വസ്തുക്കളുടെ വളരെയധികം ഇൻട്രസ്റ്റ് ഉണ്ട്. मुझे भी पुरानी और ऐतिहासिक चीज़ों के संग्रह करने का शौक है. അപ്പോൾ സാഹബ് പറഞ്ഞു, എനിക്കുമുണ്ട് ഇതുപോലുള്ള ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങൾ വാങ്ങിച്ചു വെക്കണം എന്നുള്ളൊരു ശീലം എനിക്കുമുണ്ട്, അതും എനിക്ക് വളരെയധികം ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് സാഹബ് ജീനും പറഞ്ഞു, ബിൽവാസിയും പറഞ്ഞു. ജിസ് സമയം എഹ് ലോട്ട മേരെ ഊപ്പർ ഗിരാ था. അപ്പോൾ സാഹബ് പറയാണ്, ജിസ് സമയം എഹ് ലോട്ട മേരെ ഊപ്പർ ഗിരാ था, ഏത് സമയത്താണോ ഈ ഒരു ലോട്ട എൻ്റെ തലയിൽ വീണത്, ഉസ് സമയം മേ यही कर रहा था उस दुकान से पीतल की कुछ पुरानी मूर्तियाँ खरीद रहा. അതായത് उस समय में यही कर रहा था, അപ്പോഴും ഞാൻ എന്ത് ചെയ്യുകയായിരുന്നു, उस दुकान से पीतल भी कुछ पुरानी मूर्तियाँ देख रहा था. ഞാൻ ആ ഷോപ്പിൽ നിന്ന് പഴയ പീത്തൽ എന്ന് പറഞ്ഞാൽ പിച്ചള, ബ്രോൺസിൻ്റെ കുറച്ച് എന്താണ് പഴയ മൂർത്തികൾ, പഴയ ശില്പങ്ങളൊക്കെ ഞാൻ വാങ്ങിക്കുമായിരുന്നു ആ സമയത്ത്. ജോ കുച്ച് ഹോ ലോട്ട മേഹി ഖരുദ്, അപ്പോൾ ഒന്നുമില്ല, ഞാൻ വാങ്ങിക്കാൻ പോയാണ് ലോട്ട. വാ ആപ് കൈസെ ഖരീദേഗെ, താങ്കൾ എങ്ങനെ വാങ്ങിക്കും, ബിൽവാസിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ സാഹബ് പറഞ്ഞു, മേ ഖരീദുങ്ക, ഇത് മേരാ ഹക്ക് ഹേ, ഞാൻ വാങ്ങിക്കും, ഇത് മേരാ ഹക്ക് ഹേ, ഇതെൻ്റെ റൈറ്റാണ്, ഞാൻ വാങ്ങിക്കും. ഹക്ക് ഹേ, ഹക്കോ എന്നുവെച്ചാൽ എന്താണ്, റൈറ്റോ, എന്ത് അവകാശം, ജറൂർ ഹക്ക് ഹേ, ഉറപ്പായിട്ടും ഇത് എൻ്റെ അവകാശമാണ്. എഹ് ബതായേ കി ഉസ് ലോട്ടേ കെ പാനി സെ ആപ്നെ സ്നാൻ കിയാ യാ മേനെ, അതായത് താങ്കൾ പറയൂ, ഈ ഒരു ലോട്ടയിലെ വെള്ളം കൊണ്ട് താങ്കളാണോ സ്നാനം ചെയ്തത്, ഞാനാണോ സ്നാനം ചെയ്തതെന്ന് ചോദിക്കുകയാണ്. ആപ്പിനെ, ശരിയാണ്, താങ്കളാണ്. വഹ് ആപ്കെ പൈരോं पर गिरा या मेरे, ഈ ലോട്ട താങ്കളുടെ കാലുകളിലാണോ വീണത്, എൻ്റെ കാലുകളിലാണോ വീണത്, ആപ്കെ, താങ്കളുടെ. അങ്കൂട്ട ഉസ്നെ ആപ്കാ ഫുർത്ത കിയാ യാ മേരെ, കാലിൻ്റെ വിരലുകൾ താങ്കളുടെ വിരലാണോ, ഫുർത്ത മീൻസ് ഭയങ്കരമായിട്ട് വേദന കൊണ്ട് അമർന്നു പോവുക, താങ്കളുടെ വിരലുകളാണോ അമർന്നത്, അത് എൻ്റെ വിരലുകളാണോ വേദന കൊണ്ട് അമർന്നത്, ആപ്ക. ഇസ്ലിയെ ഉസേ ഖരീദനെ കാ ഹക്ക് മേരാ ഹെ, അതുകൊണ്ട് ഇത് വാങ്ങിക്കുക എന്നുള്ളൊരു അവകാശം ആരുടെയാണ്, എൻ്റേതാണ്. എൻ്റേതെന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ്, സാഹബിൻ്റെയാണ്. എഹ് സബ് ബക്വാസ് ഹെ, ഇതെല്ലാം നോൺസെൻസ് ആണ്. ദാം ലഗായേ ജോ അധിക് ദേ വഹ് ലേ ജായേ, യഹി സഹി ആപ് ഇസ്കാ 50 രൂപയ ലേ ഖാതെ. ഓക്കെ, എങ്കിൽ താങ്കൾ വാങ്ങിക്കും, പക്ഷേ എത്ര രൂപ താങ്കൾ കൊടുക്കും, മേ 100 ദേത്താ, താങ്കൾ ഇതിന് 50 റുപ്പീസ് ആണല്ലോ കൊടുക്കാൻ പറഞ്ഞത്, ഞാൻ പക്ഷേ 100 റുപ്പീസ് കൊടുക്കാൻ റെഡിയാണ്. മേ 150 ദേത്താ, ഓക്കെ, ഞാനെങ്കിൽ 150 കൊടുക്കാം. മേ 200 ദേത്താ, അപ്പോൾ ബിൽവാസി എന്ത് ചെയ്യുന്നു, ബിൽവാസി പറയുന്നു, ഞാൻ 200, ഞാൻ 200 കൊടുക്കും എന്ന് പറയുന്നത്. ആജി മേ 250 ദേത്താ, ഓക്കെ, എങ്കിൽ ഞാൻ 250 കൊടുക്കാം എന്ന് പറയുന്നു. ബിൽവാസി ജി ने 250 से नोट लाला चावल के आगे में फेंक दिया. അത് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഈ 250 റുപ്പീസ് എന്ത് ചെയ്തു, ചാവുലാലിൻ്റെ മുൻപിലോട്ട് വലിച്ചെറിഞ്ഞു.
അപ്പോൾ സാഹബ് കോഹി താവ് ആകെ, അപ്പോൾ സാഹബിന് വളരെയധികം ദേഷ്യം വന്നു. താവ് മീൻസ് ദേഷ്യം, രോഷം വന്നു. ഉസ്നെ കഹാ ആപ് 250 ദേത്തെ ഹേ, ഓഹോ താങ്കൾ 250 കൊടുത്തോ, तो मैं 500 देता, ഓക്കെ എങ്കിൽ ഞാൻ 500 കൊടുക്കും. അബ് ചലി, ആഹാ എന്നും പറഞ്ഞ് നടന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഫസ്റ്റിൽ തന്നെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട് എന്താണ്, ചാവുലാലിൻ്റെ വൈഫിന് 250 റുപ്പീസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ബിൽവാസി എന്ന് പറയുന്നത് നമ്മുടെ ചാവുലാലിൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് എന്തൊക്കെയോ കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു സ്റ്റോറിയിൽ നടക്കുന്നത്. ഓക്കെ ചിൽഡ്രൻ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാലൻസ് നോക്കാം. സീ യു ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.